ചെറിയ ശ്രമം വലിയ പ്രതിഫലം എന്നാണ് എൻ്റെ സംസാരിക്കാൻ നിർദ്ദേശിക്കപ്പെട്ട വിഷയം. ചെറിയ ശ്രമം നടത്തിയാൽ വലിയ പ്രതിഫലം കിട്ടും. അത് കിട്ടാനുള്ള ഒരു വഴി ഖുർആൻ മാത്രമാണ്. ചെറിയ ശ്രമം വലിയ പ്രതിഫലം. പ്രിയപ്പെട്ടവരെ, ഞാൻ സൂചിപ്പിക്കട്ടെ, ചെറിയൊരു സൂറത്തല്ലേ പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് ഇഖ്ലാസ്. അത് സുലുസുൽ ഖുർആനാണ്. അത് സുലുസുൽ ഖുർആനാണ്. ഒരു തവണ നിങ്ങൾക്ക് ഖുർആൻ പൂർണ്ണാർത്ഥത്തിൽ ഓതി തീർക്കണമെങ്കിൽ 3 തവണ ഇഖ്ലാസ് സൂറത്ത് ഓതിയാൽ മതി. ഈ ഖുർആനിന്റെ മജ്‌ലിസിൽ ഇരുന്നുകൊണ്ട് ഈ സംസാരം കേട്ടിറങ്ങിപ്പോയാൽ പോരാ. ഇവിടെ നടക്കുന്ന സംസാരങ്ങളിൽ നമുക്ക് ആഖിറത്തിൽ വിജയിയാകാൻ സാധിക്കുന്ന എന്തൊക്കെ നസീഹത്തുകൾ കിട്ടുന്നുണ്ടോ അത് നിങ്ങളുടെ ഹൃദയത്തിൽ സൂക്ഷിക്കുകയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പ്രിയപ്പെട്ടവരെ നമ്മൾ ഒരുക്കമാകണം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ തന്റെ അനുജന്മാരിങ്ങനെ ഒരുമിച്ച് കൂടി ഒരു മജ്‌ലിസിൽ വെച്ച് ചോദിക്കുന്നു, അയഅജിസു അഹദുക്കും അയഖറ ഫീ ലൈല സുലുസുൽ ഖുർആൻ. റസൂലുള്ളാഹി അവിടെ ചോദിക്കാൻ, നിങ്ങൾക്ക് ആർക്കാ ഇപ്പോ ഖുർആനിൽ ഒരു 1/3 ഭാഗം ഓതി തീർക്കാൻ സാധിക്കുക? റസൂലുള്ളാഹി ചോദിക്കാൻ, ആർക്കതിന് സാധിക്കും? ആ സമയത്ത് ആലു റസൂലുള്ളാഹിനോട് ചോദിച്ചു, കൈഫ യഖറഉ സുലുസുൽ ഖുർആൻ, അല്ലാഹുവിന്റെ റസൂലേ, എങ്ങനെയാണ് നിങ്ങൾക്ക് 1/3 ഭാഗം ഈ ഇരുത്തത്തിൽ ഇരുന്നു കൊണ്ട് ഓതി തീർക്കാൻ സാധിക്കുക? ഞങ്ങൾ അശക്തരാ, ഞങ്ങൾക്കതിന് സാധ്യമല്ലെന്ന് സ്വഹാബത്തിൽ ചില ആളുകൾ പറഞ്ഞപ്പോ പ്രവാചകൻ തിരുമേനി പറയുന്നു, ഖുൽ ഹുവല്ലാഹു അഹദ് തഅദിലു സുലുസുൽ ഖുർആൻ. ഇഖ്ലാസ് സൂറത്ത് ഓതിക്കോ, 1/3 ഭാഗമാണ്. പ്രിയപ്പെട്ടവരെ, എത്രമാത്രം മഹത്തരമായ ഒരു വാക്കാണിത്. ഖുർആൻ ഓതുന്നത് പ്രതിഫലമല്ലേ? അലിഫ് ലാം മീം എന്ന് ചൊല്ലിയാൽ അലിഫ് കൂലി, ലാം കൂലി, മീം കൂലി. പ്രവാചകൻ തിരുമേനി പറയുന്നു, മൻ ഖറഅ ഹർഫൻ മിൻ കിതാബില്ലാഹ്, ഒരു ഹർഫ് ഖുർആനിൽ നിന്ന് ഓതിയാൽ ഫലഹു ഹസന, ഒരു നന്മയുണ്ട്. വൽ ഹസനതു ബി അശ്രി അംസാലിഹാ, ഒരു നന്മ 10 ഇരട്ടി വരെ, അഥവാ 10 നന്മകൾ. വലിഫ്ലാമി മോദിയാൽ 3 10 30 കൂലിയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആലോചിച്ച് നോക്ക്, പരിശുദ്ധ ഖുർആൻ 1/3 ഭാഗം മോദി തീർക്കാൻ നമ്മൾ എത്ര സാഹസപ്പെടണം. എന്നാൽ ഈ സൂറത്ത് ഒരു തവണ ഓതിയാൽ മഹാനായ റസൂലുള്ളാഹി പറയുന്നു സുലുസുൽ ഖുർആനാണ്. ഞാൻ സൂചിപ്പിക്കട്ടെ, ഖുർആൻ ഓതി തീർക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഞാനും നിങ്ങളും ഒരു 3 വട്ടം ഇഖ്ലാസ് സൂറത്ത് നിയത്തോടു കൂടി ഓതിയാൽ ഖുർആൻ കംപ്ലീറ്റ് ഓതിയ കൂലി കരുണാവാർജിയായ റബ്ബ് നൽകും. പ്രിയപ്പെട്ടവരെ, അള്ളാഹു എങ്ങനെയെങ്കിലും ഞാനും നിങ്ങൾ സ്വർഗത്തിന്റെ അഖിലുകാരാകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. ഒരു സെക്കൻഡ് പോലും നരകത്തിന്റെ അഖിലുകാരായി ഞാനും നിങ്ങളും എത്തിപ്പെടരുത് എന്ന് ആഗ്രഹിക്കുന്ന പടച്ചതമ്പുരാൻ ഈ സൂറത്തിന്റെ മഹത്വത്തെ പറ്റിയാണ് സംസാരിക്കുന്നത്. ഒരു സഹാബിയെ പ്രവാചകൻ തിരുമേനി ഒരു സ്ഥലത്തേക്ക് ഇമാമത്തിനായി നിർദ്ദേശിക്കുകയാണ്. അദ്ദേഹത്തെ അവിടെ ഇമാമായി നിർദ്ദേശിച്ചു. അദ്ദേഹം ഇമാമായി തുടരുന്നു. മൗമൂമിങ്ങൾക്ക് ചെറിയൊരു കംപ്ലൈന്റ്, നബി അദ്ദേഹം എപ്പോഴും സൂറത്ത് ഇഖ്ലാസ് ആണ് ഓതാറുള്ളത്. എപ്പോഴും മൂപ്പര് പല സന്ദർഭങ്ങളിലും അദ്ദേഹം ഇഖ്ലാസ് സൂറത്താണ് ഓതുന്നത്. ഫാത്തിഹ കഴിഞ്ഞാൽ മൂപ്പരുടെ നാവിൽ വരുന്ന ഇഖ്ലാസ് സൂറത്താണ്. അപ്പൊ റസൂലുള്ളാഹിന്റെ കംപ്ലൈന്റ് പറഞ്ഞു, നബിയെ എപ്പോഴും ഞങ്ങൾ ഇമാമിന്റെ നാവിൽ വരുന്ന ഇഖ്ലാസ് സൂറത്താണ്. അപ്പൊ റസൂലുള്ളാഹി വിളിച്ചു, എന്താ സുഹൃത്തെ അങ്ങനെ? അള്ളാന്റെ റസൂൽ കാര്യം അറിയാൻ വേണ്ടി അദ്ദേഹത്തെ വിളിച്ചു ചോദിച്ചപ്പോ, നബിയെ ഹുബ്ബുക്കയ്യാ, എനിക്കതിനോട് ഭയങ്കര ഇഷ്ടമാണ് പ്രവാചകരെ, എനിക്കതിനോട് ഭയങ്കര താല്പര്യമാണ് പ്രവാചകരെ. റസൂലുള്ളാഹി പറഞ്ഞു, എന്നാലേ ഇനി ഇഖ്ലാസ് സൂറത്ത് ഓതാൻ വരട്ടെ, ഇനി വേറുള്ള സൂറത്തോത് എന്നല്ല പ്രിയപ്പെട്ടവരെ റസൂലുള്ളാഹി പറഞ്ഞത്. ഹുബ്ബുക്കയ്യാ അദ്ഖലഖല്ലാഹുൽ ജന്ന, ആ സൂറത്തിനോടുള്ള നിന്റെ സ്നേഹം നിന്നെ സ്വർഗത്തിലേക്ക് അല്ലാഹു എത്തിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇഖ്ലാസ് സൂറത്ത് വല്ലാത്തൊരു സൂറത്താണ്. ഖുർആനിലെ സുലുസുൽ ഖുർആനാണ്. അതേ ഇസ്ലാമിന്റെ അടിത്തറയാണ് ആ സൂറത്ത്. ഞാൻ സൂചിപ്പിക്കുന്നത് ആ സൂറത്തിന്റെ ആ സൂറത്തിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കുക. ഖുർആൻ പാരായണം നമുക്ക് സ്വർഗത്തിലേക്ക് ഉയരാനുള്ള ഒരു വഴിയാണ്. എത്ര ഖുർആൻ ഞാനും നിങ്ങളും പഠിച്ചിട്ടുണ്ടോ, എത്രമാത്രം നമ്മൾ പാരായണം ചെയ്തിട്ടുണ്ടോ, അത്രക്കും ഉയർച്ച നാളെ പരലോകത്ത് കിട്ടും. പരിശുദ്ധ പ്രവാചകൻ ഒരു ഹദീസിൽ സൂചിപ്പിക്കാൻ, യുഖാലു ലിസാഹിബിൽ ഖുർആൻ, ഖുർആന്റെ ആളുകളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ പരലോകത്ത് പറയും. ഈ ഹദീസ് കേൾക്കുമ്പോ ഈ മജ്ലിസിരിക്കുന്ന നമുക്കെല്ലാവർക്കും ഈ സൗഭാഗ്യം ലഭിക്കണം. യുഖാലു ലിസാഹിബിൽ ഖുർആൻ, ഖുർആന്റെ ആളുകളോട് അല്ലാഹു പറയും, ഇഖ്റ വർത്തഖി, ഓതി ഓതി കയറിപ്പോയിക്കോ, ഓതി ഓതി നീ കയറിപ്പോകണം. വറത്തിൽ കമാ കുന്ത തുറത്തിൽ ഫി ദുനിയാ, ദുനിയാവിൽ നല്ലവണ്ണം ഖുർആൻ പാരായണം ചെയ്തവനായിരുന്നല്ലോ നീ, ഓതി ഓതി കയറിപ്പോയിക്കോ. ഈ ക്ലാസ് കേൾക്കുന്ന ഈ സമ്മേളനത്തിൽ ഭാഗവാക്കാകാൻ വന്ന പ്രിയപ്പെട്ടവരെ, ഖുർആൻ എടുത്തോന്ന സ്വഭാവമുണ്ടോ? ദിവസവും ഖുർആൻ കയ്യിൽ നിന്ന് കയ്യിലെടുക്കാത്തൊരു ദിവസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. അല്ലാഹു പറയാ, ഓതി ഓതി കയറിപ്പോയിക്കോ. ഫഇന്ന മൻസിലക, നിന്റെ സ്വർഗത്തിലെ പദവി എവിടെയാണെന്നോ? ഇന്ദ ആഖിരി ആയാത തഖറഉഹാ, നീ ഓതുന്ന അവസാനത്തെ. എത്ര ഖുർആൻ ഹിഫ്ളായോ, എത്ര ഖുർആനുമായി നമുക്ക് ബന്ധമുണ്ടോ അത്രക്കും ഉയർച്ച കിട്ടും. പ്രിയപ്പെട്ടവരെ, അപകം കിട്ടാനുള്ള ഏറ്റവും വലിയൊരു വഴി, നമ്മൾ എന്തൊക്കെ അമലുകൾ സ്വർഗം കിട്ടാൻ വേണ്ടി ചെയ്യുന്നുണ്ട്, ഖുർആനെ നെഞ്ചിലേറ്റി ആ ഖുർആന്റെ വഴിയിലൂടെ നമ്മൾ സഞ്ചരിച്ചാൽ സ്വർഗപ്രവേശനം സാധ്യമാകും. മഹാനായ പ്രവാചകൻ തിരുമേനി മറ്റൊരായത്തിന്റെ ശ്രേഷ്ഠതയെ പറ്റി പറഞ്ഞു.
എല്ലാ ഫർള് സ്വലയുടെ ശേഷം ആയത്തുൽ കുർസി ചൊല്ലിയാൽ സ്വർഗം കിട്ടാൻ മരണം മാത്രം മതിയെന്ന. നിങ്ങൾ ആലോചിച്ചൊക്കെ, ഖുർആന്റെ വചനങ്ങളുടെ മഹത്വമല്ലാതെ വേറെ ഏതെങ്കിലും ഒരു വചനത്തിന് മഹത്വമുണ്ടോ? എല്ലാ ഫർള് സ്വലക്ക് ശേഷവും ആയത്തുൽ കുർസി ചൊല്ലിയാൽ ലം യംനഉ മിൻ ദുഖൂലിൽ ജന്ന ഇല്ലാ അയ്യമൂത്ത്, സ്വർഗത്തിൽ പ്രവേശിക്കാൻ വെറും മരണം മാത്രം മതി എന്നാണ്. എന്താ ആയത്തുൽ കുർസി? അഅ്ലമായ ഫി കിതാബിൽ, ശ്രേഷ്ഠമായ വചനമാണ്. അള്ളാഹുവിന്റെ മഹനീയ നാമങ്ങൾ ഒരു 4-5 വന്നൊരായത്താണത്. സുഹൃത്തുക്കളെ, എല്ലാ ഫർദ് സ്വലയ്ക്ക് ശേഷം ആയത്തുൽ കുർസി ചെല്ലണം. ഈ ഇരിക്കണം എനിക്കും നിങ്ങൾക്കും ആയത്തുൽ കുർസി കാണാതറിയണം. നമ്മുടെ മക്കളെ നമ്മൾ കാണാതെ പഠിപ്പിക്കണം. ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ചെല്ലാൻ ആവശ്യപ്പെടണം. ഫർദ് സ്വലയുടെ ശേഷം ചെല്ലാൻ ആവശ്യപ്പെടണം. അദ്കാർ സബാഹിലും മസായിലും ആയത്തുൽ കുർസി നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കണം. റസൂലുള്ളാഹി പറയാ, സ്വർഗം കിട്ടാനേ എല്ലാ ഫർദ് സ്വലയുടെ ശേഷവും ആയത്തുൽ കുർസി ചൊല്ലിയാൽ മതിയെന്ന. എന്താ ഉദ്ദേശം? നിസ്കാരമില്ല, നോമ്പുമില്ല, മറ്റു കാര്യങ്ങളിലൊന്നും ശ്രദ്ധല്ല, ഇത് ചെല്ലിയ സ്വർഗം കിട്ടും എന്ന് പറയാൻ കാരണം എന്താണ്? ആയത്തുൽ കുർസി മനസ്സിലാക്കി, അള്ളാഹനെ മനസ്സിലാക്കി, അവൻ മുവഹിദാകും. ശിർക്കിന്റെ അംശം അവന്റെ ജീവിതത്തിൽ വരൂല, അപകടങ്ങൾ അവന്റെ ജീവിതത്തിൽ വരില്ല. അതാണ് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന്റെ വിശദീകരണങ്ങളിലേക്ക് പോകാൻ എന്റെ സമയം അനുവദിക്കുകയില്ല. അതുകൊണ്ട് എല്ലാ ഫർദ് സ്വലയുടെ ശേഷവും ആയത്തുൽ കുർസി ചൊല്ലണം. കടന്നുറങ്ങുന്ന സമയത്ത് ആയത്തുൽ കുർസി ചൊല്ലണം. പ്രിയപ്പെട്ടവരെ, നാളെ പരലോകത്ത് സ്വർഗപ്രവേശനം സുനിശ്ചിതമാക്കാൻ ഈ ആയത്ത് അഅ്ലമായ ഫീ കിതാബില്ല എന്ന് റസൂലുള്ളാഹി പറഞ്ഞ ഈ വചനം കാരണമായി തീരുമെന്ന് റസൂലുള്ളാഹി പറയാം. മഹാനായ റസൂലുള്ളാഹി മറ്റൊരിക്കൽ പറഞ്ഞു, ഗൾഫ് സൂറത്തിന്റെ മഹത്വം അറിയാത്തവരാരായി ഈ കൂട്ടത്തിൽ? ഗൾഫ് സൂറത്തിന്റെ മഹത്വം, ഗൾഫിലെ 10 ആയത്ത് അറിയാത്തവരാണെങ്കിൽ ഈ കൂട്ടത്തിലുണ്ടോ? അല്ലെങ്കിൽ പഠിച്ചോളിയും പ്രിയപ്പെട്ടവരെ. മൻ ഹഫിള, റസൂലുള്ളാഹി പറയാ, അശ്റ ആയ മിൻ അവ്വലി സൂറത്തിൽ കഹ്ഫ്, പരിശുദ്ധ ഖുർആനിലെ കഹ്ഫ് സൂറത്തിലെ ആദ്യത്തെ ഒരു 10 ആയത്ത് എനിക്കും നിങ്ങൾക്ക് വിദിഷ്ടമാണെങ്കിൽ ദജ്ജാലിന്റെ ഉപദ്രവത്തിൽ നിന്ന് അവൻ ഇസ്മത്തുണ്ട്, സുരക്ഷയുണ്ട്, അള്ളാഹ് അവനെ കാക്കുമെന്നാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടുത്തെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ എത്ര നിതാന്ത ജാഗ്രത നമ്മൾ കൈക്കൊള്ളുന്നുണ്ട് അല്ലേ? ഡോക്ടറെടുത്ത് പോയി, ചെറിയ അസുഖാണെന്ന് അറിഞ്ഞു, ഇന്ന ഭക്ഷണം കഴിക്കരുതെന്ന് പറഞ്ഞു, പിന്നെ തൊടോ പ്രിയപ്പെട്ടവരെ? ഞാനും നിങ്ങളും ചെയിൻ സ്മോക്കറായ ഒരു സഹോദരൻ, ഹൃദയത്തിന് സംബന്ധമായ പ്രശ്നം വരുന്നു, ഡോക്ടറെ കാണിക്കുന്നു, ഇനി തൊട്ടാലേ എന്റെ കാര്യം പോക്കാണെന്ന് പറയുന്നു. ചെയിൻ സ്മോക്കറായ സഹോദരൻ പിന്നെ അവൻ ഒരിക്കലും സ്മോക്കിംഗ് നടത്തൂല. ഇന്ന ഭക്ഷണം കഴിക്കരുതെന്ന് പറഞ്ഞാൽ അവൻ കഴിക്കൂല. സുബഹിക്ക് ജീവിതത്തിൽ ഒരിക്കൽ പോലും എഴുന്നേൽക്കാത്തവൻ സുബഹിയുടെ മുമ്പ് എഴുന്നേറ്റ് ഓടുകയാണ് പ്രിയപ്പെട്ടവരെ. അവന്റെ സുരക്ഷയാണ് അവൻ ആഗ്രഹിക്കുന്നത്. എന്നാൽ ആഖിറത്തിലെ സുരക്ഷ എനിക്കും നിങ്ങൾക്കും വേണോ? അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞ ഇത്തരം ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി സ്വീകരിക്കണം. റസൂലുള്ളാഹി പറയാണ്, ദജ്ജാലിന്റെ ഉപദ്രവം നമ്മൾ പ്രാർത്ഥിക്കുന്നു, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബ്രി വമിൻ അദാബിൻ നാരി വമിൻ ഫിത്നത്തിൽ മഹ്യാ വമമാതി വമിൻ ഫിത്നത്തിൽ മസീഹിദ് ദജ്ജാൽ. ദജ്ജാലിന്റെ ഉപദ്രവത്തിൽ രക്ഷ കിട്ടാൻ ഒരു മാർഗമായി റസൂലുള്ളാഹി പറയാണ് കഹ്ഫ് സൂറത്ത് 10 ആയത്ത്. ഏതായത്താണ് അവസാനം 10? ശത്തതാ ലഖദ് ഖുൽനാ ഇദൻ ശത്തതാ. അറിയാത്തവരാരാ? അല്ലെങ്കിൽ കാണാതെ പഠിക്കണം, അത് ഉൾക്കൊള്ളണം പ്രിയപ്പെട്ടവരെ. എല്ലാ വെള്ളിയാഴ്ചയും കഹ്ഫ് സൂറത്ത് നമ്മൾ പാരായണം ചെയ്യാറുണ്ട്. 2 ജുമുഅക്കിടയിൽ അല്ലാഹ് പ്രത്യേകമായ വെളിച്ചം അവന് നൽകുമെന്നും മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മളൊക്കെ ഇത് കേൾക്കുമ്പോൾ ഇതൊക്കെ ഇരിക്കണം, നമുക്ക് ആർക്കും ഇത് അറിയാത്തവരായിട്ടില്ല. പക്ഷെ ചെറിയ അശ്രദ്ധകളാൽ കുറെ നന്മകൾ നമ്മൾ നഷ്ടപ്പെടുന്നു പ്രിയപ്പെട്ടവരെ. കുറെ നന്മകൾ നഷ്ടപ്പെടുന്നു. ഇന്ന് ളുഹർ ശേഷം ആയത്തുൽ കുർസി ചൊല്ലിയോ നമ്മൾ ആരെങ്കിലും? ആലോചിക്കൂ, ഞാനും നിങ്ങളും. ഇന്ന് പ്രഭാതത്തിലെ ദിക്റിൽ ആയത്തുൽ കുർസി നമ്മൾ ചൊല്ലിയോ? അല്ലെങ്കിൽ പ്രഭാതത്തിലെ ദിക്ർ നമ്മൾ ചൊല്ലിയോ? അശ്രദ്ധയാൽ നമ്മൾ നരകത്തിൽ പോകും. നമ്മൾ മനസ്സിലാക്കണം. ഏ മനുഷ്യ, നിനക്ക് ഹിസാബ് അടുത്തിരിക്കുന്നു, പക്ഷേ നീ അശ്രദ്ധയിലാണല്ലേ. ചെറിയ ചെറിയ നന്മകൾ പലപ്പോഴും നഷ്ടപ്പെടാനുള്ള വലിയൊരു കാരണം അശ്രദ്ധകളാണ് പ്രിയപ്പെട്ടവരെ. അപ്പൊ കഹ്ഫ് സൂറത്തിന്റെ മഹത്വം ഞാനും നിങ്ങളും മനസ്സിലാക്കുക. നമുക്ക് ജീവിതത്തിൽ പൈശാചികമായ ഉപദ്രവത്തിൽ രക്ഷ കിട്ടണോ? മുഅവ്വദത്തെ ഇനി ജീവിതത്തിൽ ഭാഗമാക്കണം അല്ലേ? സകല നമ്മുടെ അപകടത്തിലേക്ക് കൊണ്ട് ചാടിക്കുന്നത് പിശാചാണ്. ഇന്ന് മനുഷ്യർ പിശാചിന്റെ കരവലയത്തിലാണ്. പിശാചിന്റെ കരവലയത്തിലാണ് പ്രിയപ്പെട്ടവരെ. ഇസ്തഹവദ അലൈഹിം ശൈത്വാൻ ഫഅൻസാഹും ദിക്റല്ലാഹ്. മനുഷ്യ മനസ്സുകളെ കൈയടക്കി വെച്ചിരിക്കുന്നു പിശാച്. ഇന്ന് മനുഷ്യൻ അല്ലാഹു ഇഷ്ടപ്പെടുന്ന മാർഗേണയല്ല,
അധാർമിക വഴിയിലാണ്, വേണ്ടാത്തരങ്ങളിലാണ്. എന്തുകൊണ്ട്? പിശാച് ഞാൻ അവനെ പഴപ്പിക്കുമെന്ന് പറഞ്ഞാൽ ആ പിശാചിന്റെ കെണിയിൽ മനുഷ്യർ അകപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എന്തുണ്ട് മാർഗം? അള്ളാഹുവിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി ദുആ ചെയ്യലാണ്. മുഅ്മിനൂൻ സൂറയിലെ 97-98 ആയത്ത്, വഖുർ റബ്ബി അഊദു ബിക മിൻ ഹമസാത്തിശ് ശയാത്തീൻ വഅഊദു ബിക റബ്ബി അൻ യഹ്ളുറൂൻ. നോട്ട് ചെയ്തോ പ്രിയപ്പെട്ടവരെ, സൂറത്ത് മുഅ്മിനൂനിലെ 97-98 ആയത്ത്. എന്തെങ്കിലും പൈശാചികമായ ഉപദ്രവങ്ങൾ, എന്നെ പിശാചാണ് കൊണ്ടുപോകുന്ന നമുക്ക് തോന്നുമ്പോ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് ഈ പ്രാർത്ഥനയായി ഈ ആയത്ത് പുറത്തു വരണം. അതോടൊപ്പം തന്നെ മുഅവ്വദത്തൈനി. എന്താ മുഅവ്വദത്തൈനി? സുരക്ഷയാണ് പ്രിയപ്പെട്ടവരെ, സുരക്ഷയാണ്. പൈശാചികമായ ഉപദ്രവത്തിൽ നിന്ന് രക്ഷ കിട്ടാൻ നാസും ഫലക്കും നമ്മൾ ഇങ്ങനെ ഓതണം. നാസും ഫലക്കും ഓതണം. കിടന്നുറങ്ങുന്ന സമയത്ത് ആ 2 സൂറത്ത് ഓതി കയ്യിലൂതി ശരീരത്തിൽ തടവാൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, മുഅവ്വദത്തൈനി അത് എല്ലാ സലക്ക് ശേഷവും, എല്ലാ നമസ്കാര ശേഷവും മുഅവ്വദത്തൈനി ജീവിതത്തിൽ ദായിമാക്കാൻ നമ്മുടെ പ്രിയപ്പെട്ട പ്രവാചകൻ തിരുമേനി പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ സൂചിപ്പിക്കുന്നത് എന്താണെന്നോ, ഓരോരോ വചനങ്ങളും മഹത്തരമാണ് പ്രിയപ്പെട്ടവരെ. എല്ലാ രാത്രിയും കിടന്നുറങ്ങുമ്പോ പരിശുദ്ധ ഖുർആനിലെ ബഖറ സൂറയിൽ അവസാനത്തുണ്ടായത് ഈ പറഞ്ഞതൊക്കെ ഈ ക്ലാസ് ഈ സമ്മേളനത്തിൽ ഭാഗവാക്കായവർ കേൾക്കുമ്പോ, പടച്ചോനെ ഞാനതൊക്കെ ചെയ്യുന്ന ആളാണല്ലോ എന്നതാണ് നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് മന്ത്രിക്കണമെങ്കിൽ ഈ സംസാരം കേൾക്കുന്നവരെ നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. അള്ളാഹ് അനുഗ്രഹിച്ചവരാണ്. അനുഗ്രഹ സ്വർഗം നമ്മെ കാത്തിരിക്കുന്നു. ഇതിലൊന്നും ഞാൻ ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ല. ഇതുവരെ ഞാൻ ഒരു ഫർള് സ്വലക്ക് ശേഷം ആയത്ത് ചൊല്ലിയിട്ടില്ല. മുഅവ്വദത്തൈനി സ്വലക്ക് ശേഷം ഫർള് സ്വലയുടെ ശേഷം റസൂൽ ചെല്ലാൻ ആവശ്യപ്പെട്ട് ചൊല്ലിയിട്ടില്ല. വെള്ളിയാഴ്ച എത്ര വെള്ളികൾ എൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞുപോയി, ഒരു വെള്ളിയാഴ്ച പോലും ഞാൻ കഹ്ഫ് സൂറത്ത് ഓതിയിട്ടില്ല. എന്നാണോ ഈ ക്ലാസ് കേൾക്കുമ്പോ, ഈ നസീഹത്ത് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സ് നമ്മോട് മന്ത്രിക്കണമെങ്കിൽ മാറ്റത്തിന് നമ്മൾ ഒരുക്കമാകണം പ്രിയപ്പെട്ടവരെ. ഇനിയും നമ്മൾ കാത്തിരിക്കരുത്. ഇനി ആരെയാണ് നമ്മൾ കാത്തിരിക്കുന്നത്? അലം യഗ്നി ലില്ലദീന ആമനു അൻ തഖ്ശഅ ഖുലൂബുഹും ലിസിക്രില്ലാ. അല്ലാഹനെ പറ്റിയോർത്ത്, പരലോകത്തെ പറ്റിയോർത്ത്, അവന്റെ മുന്നിൽ ചെന്ന് നിൽക്കേണ്ട ഗൗരവപ്പെട്ട വിഷയത്തെ പറ്റി ഓർത്തുകൊണ്ട് ഹൃദയം വറകൊള്ളുന്ന മനസ്സിന്റെ ഉടമകളാകാൻ സമയമായില്ലേ എന്ന ഖുർആനിലെ ചോദ്യം നമ്മളോടായിരിക്കുമെന്ന് പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കണം. രാത്രി കിടന്നുറങ്ങുമ്പോ പരിശുദ്ധ ഖുർആനിലെ ബഖറ സൂറയിലെ അവസാനത്തെ 2 ആയത്ത് നമ്മൾ ഓതണം. റസൂലുള്ളാഹി പറയാ, മൻ ഖറഅ ആയതൈനി മിൻ ആഖിരി സൂറത്തിൽ ബഖറ കഫത. നിങ്ങൾ ആലോചിച്ചോക്ക, എന്തുമാത്രം ഒരു ഹൃദയത്തിൽ കുറിക്കേണ്ട ഒരു വാക്കാണത്. ഏതൊരാൾ രാത്രി കിടന്നുറങ്ങുമ്പോ ഖുർആൻ സൂറത്ത് ബഖറ അവസാനത്തെ 2 ആയത്ത് ഓതിയോ, അവൻ അത് മതിയെന്നാണ്. പിന്നെ ഒന്നും പേടിക്കേണ്ടവൻ, ഒരു ഭയപ്പാടും വേണ്ട. കണ്ണണ് പൂട്ടി ഉറങ്ങിപ്പോയാൽ എല്ലാ ഭയപ്പാടുകളും നമുക്കുണ്ടാകുമല്ലോ അല്ലേ? പലതും നമ്മുടെ മനസ്സിൽ പേടി സ്വപ്നങ്ങളാണ്. പക്ഷേ റഹ്മാനായ റബ്ബിനെ ഏൽപ്പിച്ച് ആമന റസൂലു ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബിഹി തുടങ്ങി വൻസുർനാ അലൽ ഖൗമിൽ കാഫിരീൻ. അതാ റസൂലുള്ളാഹി പറഞ്ഞു, മൻ ഖറഅ ആയതൈനി മിൻ ആഖിരി സൂറത്തുൽ ബഖറ. പരിശുദ്ധ ഖുർആനിലെ ബഖറ സൂറയിലെ അവസാനത്തെ 2 വചനം അറിയാത്തവരുണ്ടോ ഈ കൂട്ടത്തിൽ? പഠിക്കണം നമ്മൾ. ഇതൊക്കെ പഠിക്കേണ്ടത്. ഇതിനാ നമ്മൾ സമയം കണ്ടെത്തേണ്ടത്. വേറെ എന്തെങ്കിലും കാര്യത്തിനല്ല പ്രിയപ്പെട്ടവരെ സമയം കണ്ടെത്തേണ്ടത്. ഈ ഇരിക്കണം നമ്മൾ ഓരോരുത്തരും ആലോചിച്ചോ, ഏതെങ്കിലും ഖുർആൻ പഠിക്കുന്ന മജ്ലിസിൽ നമ്മുടെ സാന്നിധ്യമില്ലേ എന്ന് കൃത്യമായി നമ്മൾ പരിശോധിക്കണം. ഇനിയും നമ്മൾ ശ്രദ്ധിക്കാതിരുന്നാൽ നമ്മുടെ കാര്യം അപകടമാണ്. ആയത്തിൽ കുറിച്ച് ഈ സൂറത്തിന്റെ 2 ആയത്ത് നമ്മൾക്കറിയണം, കാണാതറിയണം, പഠിക്കണം. ചെറിയൊരു ശ്രമം നടത്തിയാൽ എത്രയും പെട്ടെന്ന് പഠിക്കും. റസൂലുള്ളാഹി പറയാ, കഫതാ, അവനത് മതിയെന്നാണ്. ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ഒളുവെടുത്ത് ഇഖ്ലാസ് ഓതി ഫലക്കും നാസും ചൊല്ലി കയ്യിലോതി ശരീരത്തിൽ തടവി ആയത്തുൽ കുർസി ചൊല്ലി ആമിന റസൂൽ ചൊല്ലി പ്രിയപ്പെട്ടവരെ അള്ളാഹിനെ പറ്റി ഓർത്തുകൊണ്ടൊന്ന് കടന്നു നോക്ക്. ആ ഉറക്കമെങ്ങാനും മരണമായാൽ ശുദ്ധ പ്രകൃതിയോടുകൂടി അവൻ അള്ളാഹു ഏറ്റെടുക്കുമെന്നാണ് റസൂലുള്ളാഹിന്റെ എത്രമാത്രം കനപ്പെട്ട വാക്കുകൾ ഉറക്കമര്യാദയുമായി ബന്ധപ്പെട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഒരായത്ത് റസൂലുള്ളാഹിക്ക് ജിബ്രീൽ എന്ന മലക്ക് കൊണ്ടുവരുമ്പോ എത്ര ഗൗരവത്തോടെയായിരുന്നു റസൂലുള്ളാഹിനെ കണ്ടിരുന്നത്. അതേ ഗൗരവത്തോടെ അള്ളാഹിന്റെ റസൂൽ ഞങ്ങളെ പഠിപ്പിച്ചൊരു പ്രാർത്ഥനയാണ്, അല്ലാഹുമ്മ ഇന്നി അസ്ലംതു നഫ്സി ഇലൈക് വവജ്ജഹ്തു വജ്ഹി ഇലൈക് വഫവ്വൽതു അംരി ഇലൈക് വഅൽജഹ്തു ളഹ്രി ഇലൈക്. എന്നിട്ട് റസൂലുള്ളാഹി പറയാ, അങ്ങനെ അവനോട് കടന്നാൽ ഈ ചൊല്ലി പറയേണ്ടതൊക്കെ ചൊല്ലി പറഞ്ഞ് ഒളുവെടുത്ത് ഈ ദിക്റും ദുആയും ചൊല്ലിയാണ് കടന്നുറങ്ങിയാൽ, അഥവാ റഹ്മാനായ റബ്ബെങ്ങാനും അല്ലാഹു യതവഫൽ അൻഫുസ ഹീന മൗതിഹാ, ഉറക്കം മരണമാണ് പ്രിയപ്പെട്ടവരെ, ആ ഉറക്കത്തിലെങ്ങാനും അല്ലാഹു റൂഹെടുത്താൽ അവൻ ശുദ്ധ പ്രകൃതിയോടുകൂടി റബ്ബിന്റെ തിരുസന്നിധിയിലേക്ക് യാത്രയാവുകയാണ്. എന്തൊരു ഭാഗ്യമാണത്, എന്തൊരു അനുഗ്രഹമാണത് പ്രിയപ്പെട്ടവരെ. മറ്റൊരു സൂറ മുൽക്ക് സൂറ. റസൂലുള്ളാഹി പറയുന്നു, മാനിഅത്തുൻ ഹിയ മാനിഅത്തുൻ മിൻ അദാബിൽ ഖബർ. അൻ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്.
ഖബർ ശിക്ഷയിൽ നിന്ന് സുരക്ഷയാണ് മുൽക്ക് സൂറ. ശ്രദ്ധിച്ചിട്ടുണ്ടോ ഞാനും നിങ്ങളും? ചെല്ലാറുണ്ടോ ഞാനും നിങ്ങളും? ഖബറൊന്ന് ഓർക്കാൻ പറ്റുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ? ഇല്ലേ, ഇന്ന് ഞാൻ മരിച്ചു അല്ലേ, എന്റെ ശ്വാസം നിലച്ചാൽ എത്തിപ്പതിഞ്ഞ് ഖബറിൽ കൊണ്ടുപോയി കിടക്കുന്ന അന്നല്ലേ നമ്മുടെ ജീവിതത്തിന്റെ തുടക്കം. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു എന്ത് വിഷയത്തെ പറ്റി സംസാരിച്ചാലും ആ മനുഷ്യൻ ഇടറാറില്ല. പലപ്പോഴും ഇടറാത്ത മനുഷ്യൻ. ആ ഇടറാറില്ല എന്നല്ല, പക്ഷെ ഏറ്റവും കൂടുതൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു മനസ്സിനെ വേദനിപ്പിച്ച് ഖബർ എന്ന് കേൾക്കുമ്പോഴാണ്. എന്താണ് ഉസ്മാൻ അമീറുൽ മുഅ്മിനീൻ ഖബർ കേൾക്കുന്ന സമയത്ത് ഇത്രമാത്രം വിഷമം ചോദിച്ചപ്പോ അവ്വലു മനാസില അൽ ആഖിറ, ഒന്നാമത്തെ വീടെന്നാണ്. വിശ്വാസികളെ, എനിക്ക് നിങ്ങൾക്ക് ആ വീട്ടിൽ കടന്നു പോകണ്ടേ? ആ ഘട്ടങ്ങളോട് മുന്നോട്ട് പോകണ്ടേ? അവിടെ രക്ഷ കിട്ടണോ? അവിടെ അള്ളാഹുവിന്റെ കാവൽ കിട്ടണോ? ഖബർ ശിക്ഷയും രക്ഷ കിട്ടണോ? റസൂലുള്ളാഹി പറയുന്നു, മുൽക്ക് സൂറത്ത്. രാത്രിയായാൽ വൈകുന്നേരമായാൽ നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ് മുൽക്ക് സൂറത്ത് ഓതണം. അല്ലേ, ഒരു കൂട്ടിപ്പിടുത്തമുണ്ട്. അതിൽ രക്ഷ കിട്ടിയവർ ചുരുക്കമാണെന്ന് റസൂലുള്ളാഹി പറയുന്നു. കിട്ടാനുള്ള വഴി ഇന്നതാണെന്ന് ജീവിതത്തിൽ വഹയിന്റെ അടിസ്ഥാനം സംസാരിക്കുന്ന മഹാനായ റസൂലുള്ളാഹി എന്തൊരു കാര്യവും ഒരു ഹദീസ് നമ്മൾ കേൾക്കുമ്പോൾ, മുത്ത് റസൂലിന്റെ വാക്ക് കേൾക്കുമ്പോൾ, ദിവ്യബോധനത്തിന്റെ വെളിച്ചത്തിലെ പ്രിയപ്പെട്ടവരെ റഹ്മാനായ റസൂലുള്ളാഹി സംസാരിക്കുകയുള്ളൂ. അപ്പോ ഖബർ സുരക്ഷയാണ്, രക്ഷയാണ് മുൽക്ക് സൂറത്ത് റസൂലുള്ളാഹി പഠിപ്പിക്കാൻ. പ്രിയപ്പെട്ടവരെ, ഞാൻ അവസാനിപ്പിക്കുമ്പോൾ ഒരൊറ്റായത്ത് രണ്ടായത്ത് കൂടി ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഒരു സഹാബി റസൂലുള്ളാഹിന്റെ അരികിലേക്ക് വരികയാണ്. നബിയെ, ജീവിതത്തിൽ കുറെ തെറ്റുകൾ ചെയ്തു, പാപങ്ങൾ ചെയ്തു, എനിക്ക് സ്വർഗം കിട്ടണം. എന്നാൽ നരകത്തെ പറ്റി ഓർക്കാൻ എനിക്ക് സാധ്യമല്ല. തിന്മകളുടെ വഴിയിൽ സഞ്ചരിച്ചൊരു സഹോദരൻ, നരകത്തിന്റെ വിറകാകുന്ന പ്രവർത്തനങ്ങൾ മാത്രം ചെയ്തൊരു സഹോദരൻ, നന്മകൾ ജീവിതത്തിൽ ചെയ്യാത്തൊരു സഹോദരൻ നബിന്റെ അരികിൽ വന്ന് എനിക്ക് സ്വർഗം കിട്ടണമെന്നാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു. തിരുത്തി, ഇത്രയും കാലം തെറ്റുകുറ്റങ്ങൾ ചെയ്ത നിനക്ക് സ്വർഗപ്രവേശനം അസാധ്യമാണെന്നല്ല റസൂലുള്ളാഹി പറഞ്ഞത്. സമാശ്വസിപ്പിച്ച് തെറ്റുകുറ്റങ്ങൾ മുങ്ങിക്കുളിച്ചവരെ, അള്ളാഹുവിന്റെ കാര്യത്തിൽ നിങ്ങൾ നിരാശരാവണ്ട എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ സമാശ്വസിപ്പിച്ചു. എന്ന് റസൂലുള്ളാഹി ഒരൽപ്പൻ നസീഹത്തുകളെ കൊടുത്ത് അദ്ദേഹത്തെ യാത്ര അയക്കുന്ന സമയത്ത് രണ്ടായത്ത് ഓതി കേൾപ്പിച്ചു കൊടുക്കുകയാണ്. രണ്ടായത്ത്. ഏതാണ് ആയത്ത്? നിനക്ക് സ്വർഗപ്രവേശനം സാധ്യമാകുമെന്ന് 1500 വർഷങ്ങൾക്ക് മുമ്പ് റസൂലുള്ളാഹി പറഞ്ഞ റസൂലുള്ളാഹി പറഞ്ഞ രണ്ട് വചനം. ഫമയഅമൽ മിസ്ഖാല ദറത്തിൻ ഖൈറൻ യറ വമയഅമൽ മിസ്ഖാല ദറത്തിൻ ശർറൻ യറ. എന്റെ സംസാരം അവസാനിക്കുമ്പോൾ ഈ സദസ്സിലിരിക്കുന്നവരോട് എന്നോടെന്ന പോലെ എനിക്ക് ഉണർത്തുവാനുള്ളത് ഈ രണ്ടായത്ത് അനുസരിച്ചുകൊണ്ട് ഞാൻ നിങ്ങളും ജീവിക്കാൻ ഇന്ന് മുതൽ ഒരുക്കമാണോ? സ്വർഗപ്രവേശനം സുനിശ്ചിതമാണ്. ഈ സഹാബിക്ക് ആയത്ത് ഓതി കേൾപ്പിച്ചു കൊടുക്കാൻ. ആ സഹാബി നബിയുടെ സദസ്സിലിരുന്ന് മിസ്ഖാല ദറ എന്നിങ്ങനെ കുറെ തവണ ആവർത്തിക്കാം. കുറച്ച് കഴിഞ്ഞിട്ട് റസൂലുള്ളാഹി നബി ഞാൻ പൊയ്ക്കോട്ടെ എന്ന് പറഞ്ഞു. എന്നാൽ നബി റസൂലുള്ളാഹി അദ്ദേഹം ഇങ്ങനെ മിസ്ഖാല ദറ എന്ന് പറയുന്നത് എന്താണ്? ഒരണുവിന്റെ തൂക്കം നന്മ ചെയ്താൽ സ്വർഗം, ഒരണുവിന്റെ തൂക്കം തിന്മ ചെയ്താൽ നരകം. അപ്പൊ റസൂലുള്ളാഹി ഈ ആയത്ത് ഇങ്ങനെ ഓതിക്കേൽപ്പിച്ചു. അദ്ദേഹത്തിന് എന്താ നസീഹത്ത് കൊടുത്തതെന്നും, ഈ രണ്ടായത്ത് കൊണ്ട് നിനക്ക് സ്വർഗപ്രവേശനം സാധ്യമാകുമെന്ന്. ഈ രണ്ടായത്തുകൾ കൊണ്ട് പ്രിയപ്പെട്ടവരെ 6200 ചില്ലാനം വചനങ്ങൾ ഖുർആനിലുണ്ട്, 114 അധ്യായങ്ങളുണ്ട്. രണ്ടായത്തനുസരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം സംശുദ്ധമാക്കാൻ നമ്മൾ ഒരുക്കമാണെങ്കിൽ സ്വർഗപ്രവേശനം സുനിശ്ചിതമാണ്. എങ്ങനെ രണ്ടായത്ത് കൊണ്ട് സ്വർഗം കിട്ടവടസോനെ കിട്ടും? ഞാൻ പറയട്ടെ, ഈ ആയത്തിന്റെ അർത്ഥം എന്താ? ഒരണുവിന്റെ തൂക്കം നന്മ ചെയ്താൽ അവിടെ കാണും, തിന്മ ചെയ്താൽ കാണും. തീരുമാനിക്കൂ പ്രിയപ്പെട്ടവരെ, ഇന്ന് മുതൽ എന്റെ ജീവിതത്തിൽ ഒരണുവിന്റെ തൂക്കം നന്മ ചെയ്യാൻ അവസരം കിട്ടിയാൽ ഞാൻ ഉപേക്ഷ വരുത്തില്ല, ചെയ്യുമെന്ന് നിങ്ങൾ തീരുമാനിക്കാൻ ഒരുക്കമാണോ? ഇന്ന് മുതൽ ഒരണുവിന്റെ തൂക്കം തിന്മ ഇനി ചെയ്യില്ലെന്ന് തീരുമാനിക്കാൻ നമ്മൾ ഒരുക്കമാണോ? അനുഗ്രഹത്തിന്റെ സ്വർഗം നമ്മെ കാത്തിരിക്കുന്നു പ്രിയപ്പെട്ടവരെ. ആ സഹാബി കുറച്ച് കഴിഞ്ഞ് റസൂലുള്ളാഹിന്റെ മജ്ലിസിൽ ഇങ്ങനെ ഇറങ്ങിപ്പോകാണ്. തന്റെ കൂടെ ഇരിക്കുന്ന തൊട്ടടുത്തിരിക്കുന്ന സഹാബിയോട് റസൂലുള്ളാഹി പറഞ്ഞു, ഖദ് ദഖൽ ഈമാൻ ഫീ ഖൽബി ദാലിക റജുൽ. അദ്ദേഹത്തിന്റെ മനസ്സിൽ ഈമാൻ കടന്നിട്ടുണ്ടെന്ന് റസൂലുള്ളാഹി പറയാം. അദ്ദേഹം മിസ്ഖാല ദറ ആത്മകഥം ചെയ്യാണ്. ഇനിയുള്ള ജീവിതത്തിൽ നന്മകളെ ചെയ്യൂ, ഒരു തിന്മയും ചെയ്തിട്ടില്ല. ഇത്രയും കാലത്തിന്റെ ഓട്ടം നരകത്തിന്റെ വിറകാകുന്ന ഓട്ടമായിരുന്നു. ഇനിയില്ല, ഒരു നന്മ കിട്ടാൻ അവസരം കിട്ടുമോ? ചെയ്യും. പ്രിയപ്പെട്ടവരെ, ഈ ഇരിക്കണം ഞാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. ജീവിതത്തിൽ നന്മകൾ വർദ്ധിപ്പിക്കണം, പുണ്യങ്ങൾ വർദ്ധിപ്പിക്കണം, സുഹൃതങ്ങൾ വർദ്ധിപ്പിക്കണം. അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന്റെ സ്വർഗം കിട്ടാനുള്ള ഒരു വഴി ഇന്നല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്തി, വിശ്വസിച്ച് സുഹൃതങ്ങൾ ചെയ്യലാണ്. അവരെയാണ് സ്വർഗം കാത്തിരിക്കുന്നത്. അവർക്കാണ് നാളെ പരലോകത്ത് ഉന്നതമായ പദവിയുള്ളത്. ഞാൻ ഓതി കേൾപ്പിച്ച ആയത്തിന്റെ അർത്ഥം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹ്,
സ്വർഗം കിട്ടുന്ന ഒരു കച്ചവടത്തിൽ ഏർപ്പാട് ചെയ്യാനാണ് പാലക്കാട് ജില്ലയിലെ ഖുർആൻ പഠിക്കുന്ന പഠിതാക്കൾ ഈ അനുഗ്രഹീതമായ സദസ്സിൽ വന്നിരിക്കുന്നത്. ഏതാണ് ആ കച്ചവടം? പരിശുദ്ധ ഖുർആൻ പറയാണ്, സൂറത്ത് ഫാത്തിറിലെ 29-ാമത്തെ വചനം, ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹ്. ഈ കച്ചവടത്തിൽ നമ്മൾ ഭാഗവാക്കാണോ എന്നാലോചിക്കുക. എങ്കിൽ സന്തോഷത്തോടു കൂടി വാക്കുകൾ കേട്ടോ. ഒരു വിഭാഗം ഖുർആൻ പാരായണം ചെയ്യുന്നവർ, ഇന്നല്ലദീ യത്ലൂന എന്ന് പറഞ്ഞാൽ യതദാറസൂന എന്ന പഠിക്കുന്നവർ, അല്ലാഹുവിന്റെ ഖുർആൻ പഠിക്കുന്നവർ. വഅഖാമുസ്സലാ, 5 നേരം നമസ്കരിക്കുന്ന 2. വഅഖാമുസ്സലാ, പ്രിയപ്പെട്ടവരെ, നമസ്കാരം ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹ് വഅഖാമുസ്സലാ, നമസ്കാരം നിലനിർത്തുന്നവർ, സക്കാത്ത് കൊടുക്കുന്നവർ, വഅൻഫഖൂ മിമ്മാ റസഖ്നാഹും സിർറൻ വഅലാനിയ, രഹസ്യമായും പരസ്യമായും റബ്ബിന്റെ മാർഗത്തിൽ സമ്പത്ത് ചെലവഴിക്കുന്നവർ നഷ്ടം ഭവിക്കാത്ത കച്ചവടമാണ് ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, ആ കച്ചവടം കൊണ്ട് ലഭിക്കുന്ന ലാഭം എന്താ? തുഞ്ചീക്കും മിന്നദാബിന്നലി, നരകശിക്ഷയും രക്ഷയും അനുഗ്രഹത്തിന്റെ സ്വർഗത്തിലെ പ്രവേശനാനുമതിയുമാണ്. ഇസ്ലാം പഠിപ്പിച്ച ഈ കനപ്പെട്ട നിർദ്ദേശങ്ങൾ ജീവിതത്തിൽ വരുത്തുക, നന്മയിൽ സഞ്ചരിക്കുക, അനുഗ്രഹത്തിന്റെ സ്വർഗം കിട്ടണം. പ്രിയപ്പെട്ടവരെ, ഒരിക്കലും നരകത്തിലേക്ക് പോകുന്ന വിഭാഗത്തെ നോക്കി ഈ മഹൽ ഗ്രന്ഥത്തെ അവഗണിച്ചത് കൊണ്ടാണ് നരകത്തിലേക്ക് പോകുന്നതെന്ന് പറയുന്ന വിഷമകരമായ ഒരു പരിണിതി പ്രിയപ്പെട്ടവരെ നമുക്കുണ്ടാകാൻ പാടില്ല. കരുണാവാരിധിയായ റബ്ബ് നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അവന്റെ അനുഗ്രഹത്തിന്റെ സ്വർഗത്തിൽ ഉന്നത പദവി ലഭിക്കാൻ വഴിയൊരുങ്ങുന്ന നന്മകൾ മരണം വരും മുമ്പ് ചെയ്യാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ.